to Vinny guys from Craft Entertainment. ഇത് നമ്മുടെ ടോപ്പിക് പല്ലെടുത്ത് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഞങ്ങൾ ഡെന്റിസ്റ്റുകൾ പല്ലെടുക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു. കാരണം ഒരിക്കലും പല്ല് നഷ്ടപ്പെട്ടവർക്കറിയാം അതിന്റെ വില എന്താണെന്നുള്ളത്. പല്ല് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ പല്ലെടുത്ത പോർഷനിൽ ആ ഭാഗം നന്നായി ക്ലീൻ ചെയ്തതിനു ശേഷം ഒരു പഞ്ഞി ഡോക്ടർ കടിച്ചു പിടിക്കാൻ തരും. അത് അരമണിക്കൂർ കടിച്ചു പിടിക്കുക. അരമണിക്കൂർ മാത്രം കടിച്ചു പിടിച്ചാൽ മതി. പിന്നീട് ആ പഞ്ഞി എടുത്ത് കളയാം. എപ്പോഴും തുപ്പാതിരിക്കുക, ബലം പിടിച്ച് കുഴിയാതിരിക്കുക. ഈ പഞ്ഞി എടുത്ത് കളയുമ്പോൾ തന്നെ ഒരു തണുത്ത വെള്ളത്തിൽ പതുക്കെ വായന്ന് കഴിക്കുക. പിന്നീട് തണുത്ത ഫുഡുകൾ മാത്രം അന്നത്തെ ദിവസം കഴിക്കാനായിട്ട് ഡോക്ടർ നിർദ്ദേശിക്കാറുണ്ട്. അതിന് കാരണം ഈ രക്തം പെട്ടെന്ന് കട്ട പിടിക്കാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴും തുപ്പിക്കൊണ്ടിരുന്ന നമ്മുടെ വായിൽ നെഗറ്റീവ് പ്രഷർ ഉണ്ടാകാനും അതുവഴി കൂടുതൽ രക്തം വരാനും ചാൻസ് കൂടില്ല. അപ്പൊ എന്ത് സംഭവിക്കും? ബ്ലഡ് കട്ട പിടിക്കില്ല. അങ്ങനെ സംഭവിക്കാതിരിക്കാനായിട്ട് എപ്പോഴും തുപ്പാതിരിക്കുക, ബലം പിടിച്ച് കുഴിയാതിരിക്കുക. പിന്നെ ചിലർക്ക് ഒരു പ്രവണതയുണ്ട്, നാക്ക് കൊണ്ട് തൊടുക, കൈ കൊണ്ട് അവിടെ തൊട്ട് നോക്കുക, പല്ലിന്റെ അംശങ്ങൾ അവിടെ ബാക്കിയുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കും. എന്നുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പല്ലെടുക്കാൻ വേണ്ടിയിട്ട് പല്ലിന്റെ ചുറ്റുമുള്ള ഭാഗങ്ങളെല്ലാം നമ്മൾ മരയിപ്പിച്ചിട്ടുണ്ടാവും. ആ മരയിപ്പിച്ചതിനകത്ത് ചുണ്ട്, നാക്ക്, കവള എല്ലാം ഉണ്ടാവും. ഇതിനകത്ത് പിടിച്ച് കടിച്ചാൽ നമ്മൾ അറിയില്ല, ഭയങ്കരമായിട്ട് വേദന. പിന്നീട് നന്നായിട്ട് അൾസറേഷൻസ് ആയി മാറും. നമ്മൾ വിചാരിക്കും, അയ്യോ ഞാൻ കടിച്ചതായിട്ട് ഓർക്കുന്നില്ലല്ലോ, എനിക്ക് എന്താ പെട്ടെന്ന് മുറിവ് വന്നതെന്ന് വിചാരിക്കും. നമ്മൾ അറിയില്ല ഇവിടെ മരവിച്ചിട്ടുള്ളത് കൊണ്ട് നമ്മൾ കടിക്കുന്നതും മുറിവുണ്ടാകുന്നതും ഒന്നും അറിയില്ല. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നീട് പല്ലെടുത്ത് കഴിയുമ്പോൾ കഴിക്കാനായിട്ട് കുറച്ച് മരുന്നുകൾ ഡെന്റിസ്റ്റ് തരും. അത് മരവിപ്പ് മാറാൻ നിൽക്കും. അതായത് 3-3.5 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് നമ്മുടെ മരവിപ്പ് മാറും. അതിന് മുൻപേ ആയിട്ട് അത് കഴിക്കാൻ ശ്രദ്ധിക്കണം. വലിച്ചു കുടിക്കുന്ന സക്കിംഗ് മോഷനിലുള്ള ഒരു ഫുഡും കഴിക്കരുത്. സ്ട്രോ ഇട്ട് വലിക്കുക, ഇങ്ങനെ സൗണ്ട് കേട്ട് വലിക്കുക, അതൊന്നും ചെയ്യരുത്. അതൊക്കെ വലിക്കരുത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ വായടകത്ത് നെഗറ്റീവ് പ്രഷർ ഉണ്ടാകാനുള്ള സാധ്യതയും അതിൽ ഫലമായിട്ട് കൂടുതൽ ബ്ലഡ് വരികയും അല്ല കട്ട പിടിച്ച ബ്ലഡ് തന്നെ ഇളകി പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. സോ അങ്ങനെയൊന്നും ചെയ്യരുത്. ചിലർക്ക് നമ്മൾ തൈലിട്ട് വിടും പല്ലെടുത്ത് കഴിയുമ്പോൾ. അങ്ങനെ തൈലിട്ട് വിടുന്നവര് 7 ദിവസം അല്ലെങ്കിൽ 10 ദിവസം കഴിയുമ്പോൾ അത് വന്ന് വെട്ടണം. പിന്നീട് ചില ആൾക്കാർക്ക്, ചില സിസ്റ്റമിക് ഡിസീസ് ഉള്ള ആൾക്കാർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അവർക്ക് വേണ്ടി മാത്രമായിട്ട് ഡോക്ടർ തരും. അത് ആ പ്രകാരം കേൾക്കുക. ഇത്രയും കാര്യങ്ങൾ കൃത്യമായി ചെയ്യുവാണെങ്കിൽ പല്ലെടുത്ത് കഴിയുമ്പോഴുള്ള കോംപ്ലിക്കേഷൻസ് എല്ലാം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇത് കേൾക്കുന്ന നിങ്ങളുടെ ആരെങ്കിലും ഫ്രണ്ട്സോ ഫാമിലീസോ റിലേറ്റീവ്സോ ആരെങ്കിലും പല്ലെടുത്ത് അവരിതിന്റെ നിർദ്ദേശങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കണ്ട.